നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. കാരണം പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 12ലാണ് വ്യാഴം. അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. പക്ഷേ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് പുണർദം നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റുന്ന സമയമാണ്. കാരണം സർവാഭീഷ്ട സ്ഥാനത്താണ് വ്യാഴം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ദൈവാധനം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട്. അതുപോലെ ലാഭാധിപതിയും 4ാം ഭാവാധിപതിയും ലഗ്നാൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനും എല്ലാ രീതിയിലുള്ള കഴിവുകൾക്കും യോഗമാണ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ചും പോലീസ്, പട്ടാളം മുതലായിട്ടുള്ള മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ നിപുണായോഗം ഉണ്ട് 14-ാം തീയതി വരെ. 14-ാം തീയതി കഴിഞ്ഞാൽ 10ാം ഭാവത്തിലേക്ക് സൂര്യൻ വരും. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് യോഗം ഉണ്ടാവും. പൊതുവെ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണവും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നത്തിൻ്റെ 12ലാണ് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം. അതായത് എന്തെങ്കിലും നമുക്കൊരു ഗുണം കിട്ടണമെങ്കിൽ വീട് വിട്ട് നിൽക്കണം, അന്യദേശത്ത് നിന്നുള്ളൊരു ഗുണം കിട്ടാനുള്ള യോഗമാണ്. കാരണം കർമാധിപതി വ്യാഴം 12ലാണ്. അപ്പോൾ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് ജലധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന മീനൻ രാശിയാണ്. മാളവ്യ യോഗം ചെയ്തിട്ട് 10ാം ഭാവത്തിൽ ശുക്രൻ ബുധനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കർമ്മത്തിൽ ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാലും രാഹുഗതികളുടെ ഒരു ബന്ധനാവസ്ഥയുള്ളത് കാരണം കൊണ്ട് അത്ര ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. കാരണം 12ലാണ് വ്യാഴം, കർമാധിപതി 12ലാണ്. ഇപ്പോൾ വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടെങ്കിലും ദൈവാധീനം വർദ്ധിച്ചാൽ മാത്രമേ അനുകൂലമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഗുണത്തിലേക്ക് എത്തിച്ചേരൂ. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിലാണ് ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ വയ്ക്കുന്നത്. അതുപോലെ സാമ്പത്തികമായി ഞെരുക്കം കുറച്ചുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത, തെറ്റിദ്ധാരണ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഭക്ഷണത്തിൽ അശുദ്ധി പോലെയുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അശുദ്ധിയുള്ള ഭക്ഷണം, പുറമേ നിന്നുള്ള ഭക്ഷണമൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കും. ലാഭസ്ഥാനത്ത് ഉച്ചബലവാനായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. സഹായ സ്ഥാനാധിപതി, നല്ല ഗുണങ്ങൾ, സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. എന്തായാലും ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അതേപോലെ ശത്രു സ്ഥാനാധിപതി നീചാവസ്ഥയിൽ നീചത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് മാറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.